ഹലോ, സച്ചിനാണ്. ഒരു ചെറിയ ഇൻഫോർമേഷൻ കൂടി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മറ്റൊന്നുമല്ല. നമ്മൾ ഒരു പാരൻറ്റിങ് സെഷൻ നടത്തുന്നുണ്ട്. ഈ പാരൻറ്റിങ് സെഷൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിൽ പാരൻറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സൈബർ ഫ്രോഡ്സ്, അതുപോലെ തന്നെ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്ക പാരൻസിന് തെറ്റിദ്ധാരണ പാരൻറ്റിങ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാതും അറിയാം. ദയവ് ചെയ്തൊരു മുൻവിധിയിലേക്ക് എത്തരുത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. കാരണം പ്രോപ്പറായിട്ടുള്ള പാരൻറ്റിങ് അറ്റൻഡ് ചെയ്യാതെ സത്യത്തിൽ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല, പക്ഷെ സഫർ ചെയ്യുന്നത് കുട്ടികളായിരിക്കും. നമുക്കിപ്പോൾ മുന്നിൽ വരുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ ഡീപ്പ് റൂട്ടിൽ പോകുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് പല രീതിയിലും കുട്ടികൾ ഡിസ്ട്രാക്റ്റഡായി പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്നു? അവർക്ക് ഇവിടെ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇവിടത്തെക്കാട്ടും കൂടുതൽ അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് കുട്ടികൾക്കുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അറിയുമെന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കുട്ടികളെ മുഴുവനായിട്ടും നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ തോന്നലല്ല ഞാൻ പറയണത്. ഓക്കെ, ശരിക്കും അതറിയാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ കുട്ടി കംപ്ലീറ്റ്ലി 100% ഹാപ്പിയാണോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, കുട്ടികൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ വളരെ വളരെ കൂടുതലാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ഓക്കെ, പിന്നെ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവാനുള്ള കാരണം, എക്സാക്ട് റീസൺ, നിങ്ങളുടെ ഊഹാപോഹങ്ങളല്ല ചോദിക്കുന്നത്, എക്സാക്ട് റീസൺ നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യണം? കുട്ടികളുടെ സ്ക്രീൻ ടൈം എത്രയാണ്? ഓരോ വയസ്സിലും ഓരോ സ്ക്രീൻ ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ എത്രയാണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് ഈ വീഡിയോയിലൂടെ അത് ചെയ്തു തരാൻ പറ്റില്ല, കാരണം ഒരുപാടുണ്ട്. ഓക്കെ, കാരണം 3 മണിക്കൂറിൻ്റെ വർക്ക്ഷോപ്പാണ് ബേസിക് ആയിട്ട് ഞാൻ വെക്കുന്നത്. ഫുൾ ഡേ വർക്ക്ഷോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഇൻറ്റൻഷൻ വളരെ പ്യുവറാണ്. നമുക്കൊരു സൊസൈറ്റിയിൽ വളരെ ചേഞ്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക? ഒരു കുട്ടി ഹാപ്പി ആയാൽ, അവരുടെ ഫാമിലി ലൈഫ് ഓക്കെ ആയാൽ, അങ്ങനെയല്ലേ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരുപാട് പാരൻസ്, ഒരുപാട് കുട്ടികൾ ഇങ്ങനെയാണ് നമുക്ക് സൊസൈറ്റീനെ കുറച്ചും കൂടി ഓക്കെ ആക്കാൻ പറ്റുള്ളൂ, ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെടുക്കേണ്ട എഫേർട്ട്, ആസ് എ പാരൻറ്റ് നിങ്ങളെടുക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ടേ. ഓഫ് കോഴ്സ് ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അക്കോമഡേഷൻ, ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ ആവശ്യമുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ. എല്ലായ്പ്പോഴും ടീച്ചേഴ്സിനെ നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരെ കേപ്പബിൾ ആക്കണ്ടേ? അവരെ കേപ്പബിൾ ആക്കാനാണ് എന്നെപ്പോലുള്ള ട്രെയിനേഴ്സൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പാരൻസ് തന്നെയാണ്. വിത്തൗട്ട് പാരൻസിൻ്റെ സപ്പോർട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിലോട് കൂടിയിട്ട് നമ്മളിത് കാണുക. ഓക്കെ, കാര്യം നിസ്സാരമല്ല, ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സിന് എന്നോട് ചോദിക്കാമല്ലോ. നമ്മുടെ നമ്പറൊക്കെ അവൈലബിൾ ആണ്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും. ഓക്കെ, എത്ര ലേറ്റ് ആയാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് മുൻവിധികളൊന്നും വേണ്ട, കുട്ടികളുടെ കാര്യത്തിൽ ഈഗോ വേണ്ട, ഒന്നും വേണ്ട. കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ, അതിനാണ് എടുക്കേണ്ട സപ്പോർട്ടുകളെല്ലാം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതിനൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ, അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അതിന് മാത്രമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.